2021 മാർച്ച് മാസം 7-ാം തീയതി ബി.ജെ.പിയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്രയ്ക്ക് ശംഖുമുഖത്ത് വെച്ച് അമിത്ഷാ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയോട്. ആ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് തൊട്ടടുത്ത ദിവസം ധർമ്മടത്ത് മുഖ്യമന്ത്രി നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യം ഇതാണ്: ദേശീയ മാധ്യമങ്ങൾ അടക്കം അത് പ്രസിദ്ധീകരിക്കുമ്പോൾ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാനേതായാലും ഏതെങ്കിലും തട്ടിക്കൊണ്ടുപോകലിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടില്ല. കൊലപാതകം, അപഹരണം, നിയമവിരുദ്ധ പിന്തുടരൽ തുടങ്ങിയ ഗുരുതര കേസുകൾ നേരിട്ടത് നിങ്ങളാണ്. ആരോടാ പറയുന്നത്? അമിത്ഷായോട് നേരിട്ട്. എന്നിട്ട് പറയുന്നു, പിണറായി വിജയനെ ഈ നാട്ടുകാർക്കറിയാം. നിങ്ങളുടെ സംസ്കാരം വെച്ച് മറ്റുള്ളവരെ അളക്കരുത്. ഇത് നാട് വേറെയാണ്. നിങ്ങളുടെ രീതികൾ ഇവിടെ ചെലവാകുമെന്ന് കരുതരുത് എന്ന് പറയുന്നത് നോക്കൂ. ആ സർക്കാർ എൻ ഐ എയുടെ കീഴിൽ പോലും CBIയുടെ കീഴിൽ, EDയുടെ കീഴിൽ വരാവുന്ന എല്ലാ നാഷണൽ ഏജൻസിയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വട്ടമിട്ട് പറക്കുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഈ സ്വന്തം മണ്ഡലത്തിൽ വെച്ച് വെല്ലുവിളിക്കുന്ന പിണറായി വിജയനെ കാണാം 2021. ആ പിണറായി വിജയന് മൃദുഹിന്ദുത്വ സമീപനമുണ്ട് എന്നുള്ളത് വിശ്വസിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, ഏറ്റവും ഒടുവിൽ 2025 ഡിസംബർ മാസം 28 ഏറ്റവും ഒടുവിലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 8 അംഗങ്ങളും BJPയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. വാചകം ഇങ്ങനെയാണ്: ടു കോട്ട് പിണറായി വിജയൻ, ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി. കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല ഇത് എന്നാണ്. തുടർന്ന് അദ്ദേഹം ദീർഘമായിട്ട് അരുണാചൽ പ്രദേശിൽ സംഭവിച്ചത് എന്താണ്, ഗോവയിൽ സംഭവിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഇൻസ്റ്റൻസ് പറയാം. അദ്ദേഹം ഈ മഹാരാഷ്ട്രയിലെ BJP മന്ത്രി നിതേഷ് റാണ കേരളം മിനി പാകിസ്ഥാനാണ് എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതിന് 2024 ഡിസംബർ 31-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നൊരു മറുപടിയുണ്ട്. സംഘപരിവാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ വെളിവാക്കപ്പെടുന്നത്. തങ്ങൾക്ക് സ്വാധീനമുറപ്പിക്കാൻ പ്രയാസമുള്ള ഭൂപ്രദേശത്തെ അപരവൽക്കരിച്ചും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയും ഒറ്റപ്പെടുത്തി കളയാമെന്നാണ് സംഘപരിവാർ കരുതുന്നത്. പറയുന്നത് പിണറായി വിജയൻ. ആ പിണറായി വിജയനാണോ മൃദുഹിന്ദുത്വ സമീപനമുണ്ട് എന്ന് പറയുന്നത്? ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയുടെ നടപടിയോട് രാജ്യം ഭരിക്കുന്ന പാർട്ടി പ്രതികരിക്കാത്തത് ആശ്ചര്യജനകമാണ് എന്ന് പറയുന്നു. ഇനി 2025 ഡിസംബർ മാസം 19 കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ചില സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച സംഭവം വലിയ വാർത്തയായ സാഹചര്യത്തിൽ, ബീഫ് എന്ന സിനിമയ്ക്ക് പോലും അന്ന് നിഷേധമുണ്ടാവുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ: 2025 ഡിസംബർ 19 ജനാധിപത്യ വിരുദ്ധമായ ഏത് ഫാസിസ്റ്റ് നടപടിയെയും ചെറുത്തുകൊണ്ട് IFFK ഇവിടെ തന്നെ ഉണ്ടാവും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കേണ്ടിയിരുന്ന സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച യൂണിയൻ സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ല എന്നാണ്. എന്നിട്ട് പറയുന്നു, പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കും. കേന്ദ്ര സർക്കാരിനോട് വഴങ്ങിയ പിണറായിയുടെ ശബ്ദമാണോ നമ്മൾ കേൾക്കുന്നത്? 2025 ഡിസംബർ 18 മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള തീരുമാനത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം: സംഘപരിവാറിന് ഗാന്ധി എന്ന പേരിനോടും ആശയത്തോടും എത്രത്തോളം വിദ്വേഷമുണ്ടെന്ന് ഈ പേരുമാറ്റത്തിലൂടെ വ്യക്തമാണ് എന്നുള്ളതാണ്. സംഘപരിവാറിനെതിരെ തീർന്നില്ല. ഇനി ഗണഗീതം ആലപിച്ചല്ലോ നമ്മുടെ വന്ദേ ഭാരതിൽ 2025 നവംബർ മാസം 8-ാം തീയതി. അന്ന് മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന RSSന്റെ ഗാനം വന്ദേ ഭാരതിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതാണ്. ഇത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് വന്ദേ ഭാരതത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് എന്നാണ്. ഇതാണോ തീവ്ര ഹിന്ദുത്വ ആശയത്തിലേക്ക് പിണറായി വിജയൻ പോയി എന്ന് പറയുന്നവർക്ക് പറയാനുള്ളത്? ഷൂയറിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു. 2025 ഒക്ടോബർ 6-ാം തീയതി സംഘപരിവാർ നട്ടുവളർത്തിയ വിദ്വേഷത്തിന്റെ വിഷമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ചീറ്റിയത്. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ കോടതി മുറിയിൽ നടന്ന ആക്രമണശ്രമത്തെ ശക്തമായി അപലപിക്കുന്നു. സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഒരു അഭിഭാഷക വേഷധാരി ഷൂ എറിയാനാഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപരവിദ്വേഷം ജനിപ്പിക്കുന്ന വെറുപ്പും അപരവിദ്വേഷവും ജനിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് പരമോന്നത കോടതിക്കകത്ത് പോലും ഉണ്ടാകുന്നത്. പറഞ്ഞു തുടങ്ങിയാൽ തീരുമോ? ഈ സംഘപരിവാറിനോട് സന്ധിയില്ലാത്ത വിധം പോരാട്ടം നടത്തുമ്പോൾ ആ പിണറായി വിജയനെ ലേബലൊട്ടിക്കുകയാണ്. മൃദു ഹിന്ദുത്വ സമീപനം നടത്തുന്നു. എന്താ എക്സാമ്പിൾ? അവിടെ പമ്പയിൽ വെച്ച് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയതാണ് വലിയ കുറ്റം. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? മറ്റൊരു വാഹനത്തിനും ആ വേദിയുടെ മുന്നിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല.
പ്രേക്ഷകർ പമ്പയിൽ ഗസ്റ്റ് ഹൗസിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ഗസ്റ്റ് ഹൗസ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന് ഈ സ്ഥലം വരെയുണ്ട്, ഏകദേശം ഒരു 300-400 മീറ്റർ ഉണ്ട്. ആ സമയത്താണ് ഏകദേശം 90 വയസ്സുള്ള വെള്ളാപ്പള്ളി നടേശൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ മുഖ്യമന്ത്രി കാറിൽ കയറാനായിട്ട് പറയുന്നു, അവിടെ ഒരുമിച്ചിറങ്ങുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ എല്ലാ വാഹനങ്ങളും പോകുന്ന ഒരു നിരത്തിലല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൂട്ടിക്കൊണ്ടു പോയത് എന്നതുകൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. അപ്പോൾ ഇത് രണ്ടും ചേർക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങളെ എക്കാലത്തും നേരിട്ട ഒരു നേതാവ് എന്ന നിലയിലാണ് പിണറായി വിജയനെ ഞാൻ കാണുന്നത്.